നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഒരു വശത്ത് സ്വന്തം മകൻ തെരഞ്ഞെടുപ്പിൽ തോൽക്കണമെന്ന് അച്ഛന്റെ വാക്കുകൾ, മറുവശത്ത് എന്തൊക്കെ ഉണ്ടായാലും പത്തനംതിട്ടയിൽ താൻ തന്നെ ജയിക്കുമെന്ന ദൃഢനിശ്ചയം. പറഞ്ഞു വരുന്നത് അനിൽ ആന്റണിയെയും AK ആന്റണിയെയും കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളും അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള വാക്ക് തർക്കങ്ങളുമൊക്കെ രാഷ്ട്രീയ കേരളം കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ദേവിക്ക് മുന്നിൽ ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന പത്തനംതിട്ട NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ മലയാലപ്പുഴ ദേവി ക്ഷേത്രത്തിൽ അനിൽ ആന്റണി ദർശനം നടത്തി. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി താലൂക്കിൽ മലയാലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് മലയാലപ്പുഴ ക്ഷേത്രം. അവിടെ എത്തിയാണ് അനിൽ ആന്റണി ദർശനം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു AK ആന്റണി അനിൽ ആന്റണിക്കെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നത്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി തോൽക്കണമെന്നും ആന്റോ ആന്റണി ജയിക്കുമെന്നുമായിരുന്നു AK ആന്റണി പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞത്. മക്കൾ പാർട്ടി വിട്ടുപോകുന്നത് തെറ്റാണെന്നും മകൻ പോയത് തിരിച്ചടിയാവില്ല എന്നും AK ആന്റണി പറഞ്ഞിരുന്നു. കുടുംബവും രാഷ്ട്രീയവും രണ്ടും രണ്ടാണ്. യാത്ര ചെയ്യാൻ ആരോഗ്യം അനുവദിക്കാത്തതിനാൽ പ്രചാരണത്തിന് പോകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനം നടത്തുന്നത് തിരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമായതിനാലാണെന്നും AK ആന്റണി വ്യക്തമാക്കി. വളരെ വ്യക്തമായി AK ആന്റണി പറഞ്ഞു അനിൽ ആന്റണി പത്തനംതിട്ടയിൽ തോൽക്കണമെന്ന്. എന്നാൽ പിതാവിന്റെ പ്രസ്താവനകൾക്ക് മറുപടിയുമായി അനിൽ ആന്റണിയും രംഗത്ത് വന്നിരുന്നു. AK ആന്റണിയെ കാണുമ്പോൾ സഹതാപം മാത്രമാണ് തോന്നുന്നതെന്നും രാഷ്ട്രവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗാന്ധി കുടുംബത്തിന് വേണ്ടിയാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്നും അനിൽ ആന്റണിയും തിരിച്ചടിച്ചു. അദ്ദേഹം പഴയ പ്രതിരോധ മന്ത്രിയാണ്. പാകിസ്ഥാനെ വെള്ളപൂശാൻ ശ്രമിച്ച ഒരു MPക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ എനിക്ക് വിഷമമാണ് തോന്നിയത്. ജൂൺ 4 നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകും. ഇത് കണ്ട് ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന നായ്ക്കളെ പോലെ കാലഹരണപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ കുരച്ചുകൊണ്ടേയിരിക്കുമെന്നും അനിൽ ആന്റണി പറഞ്ഞു. മകൻ തോൽക്കണമെന്ന പിതാവിന്റെ വാക്കുകളും ജയിക്കണമെന്ന മകന്റെ ആഗ്രഹവും രണ്ടു തട്ടിൽ നിൽക്കുമ്പോൾ ജയം ആർക്കൊപ്പമായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം.